വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോർമലയിലെ ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ. ഉയർന്ന ചരിവുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇവരുടെ വീടുകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലായതിനെ തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളായി പരിഹാരമില്ലാതെ തുടരുന്ന കോർമലയിലെ കുടുംബങ്ങളുടെ ദുരിതാവസ്ഥ വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ഉയർന്ന ചരിവുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇവരുടെ വീടുകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അപകടാവസ്ഥയിലാണ്. വിഷയത്തിൽ വില്ലേജ് ഓഫീസ് റിപ്പോർട്ട് തയ്യാറാക്കി കളക്ടറേറ്റിലേക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അപകട സാധ്യത കണക്കിലെടുത്ത് വാടക വീടുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട കുടുംബങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. നഗരസഭാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായാണ് സന്ദർശനം നടത്തിയത്. ഒരു കല്ലിന്റെ പുറത്തെ സാറ് ഞങ്ങളുടെ വീടിന്റെ നിലവിലുള്ള റിപ്പോർട്ടുകളും ഫയലുകളും വിശദമായി പഠിച്ച് ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്നും കളക്ടറേറ്റ് തലത്തിൽ പരിഹാരം ലഭിക്കാത്ത പക്ഷം നഗരസഭ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും 4 കുടുംബങ്ങൾക്കും വീടൊരുക്കുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ള വീടുകളിലാണ്, വീടിനോട് മതിലുകൾ താഴേക്ക് നല്ല ഉയരത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടിട്ടാണ് താഴെ കെട്ടിടങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ മുകളിൽ ഒത്തിരി ഉയർന്ന പ്രദേശത്താണ് ഈ വീടുകൾ നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു അപകടാവസ്ഥ നിലവിൽ നമുക്ക് എല്ലാവർക്കും കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പും പലരും ഇതിലെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസറിൽ കൃത്യമായ അതിനെ തുടർന്നിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിക്കുന്നത് ഇതിന്മേലെ കൃത്യമായ ഒരു റിപ്പോർട്ട് വീണ്ടും ഉണ്ടാക്കിയതിന് ശേഷം കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടാനും തുടർ നടപടികൾക്ക് വേണ്ടി മുൻപോട്ട് പോകുവാനാണ്. അത്തരത്തിൽ മുൻപോട്ട് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഈ 4 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുവാനായിട്ട് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് ഒന്നെങ്കിൽ നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങിക്കുവാനായിട്ടുള്ള നടപടികളോ അത് കൗൺസിലുമായിട്ടും മറ്റുള്ളവരുമായിട്ടും കൂടി ആലോചിച്ചിട്ട് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ ഭരണസമിതി എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ 4 കുടുംബങ്ങൾക്ക് കൈത്താങ്ങായിട്ട് നഗരസഭ തീർച്ചയായിട്ടും ഉണ്ടാകും. അതേ തുടർന്ന് ഈ ഒരു മേഖലയിൽ പല സ്ഥലങ്ങളിലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആഭിമുഖ്യത്തിൽ നടത്തിയ പരിശോധനകളിൽ വഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന രീതിയിലുള്ള പല പ്രദേശങ്ങളും കണ്ടു. അവിടെയും വേണ്ട നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി ദുരിതബാധിത കുടുംബങ്ങൾക്ക് നഗരസഭ ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. വില്ലേജ് ഓഫീസർ, ഫയർ ആൻഡ് സേഫ്റ്റി വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘവും ഒപ്പമുണ്ടായിരുന്നു. നഗരസഭ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത B, വാർഡ് കൌൺസിലർ മനോജ് G, കൌൺസിലർ സജി ചാത്തങ്കണ്ടം എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.